അപ്പോൾ നമസ്കാരം. ഇന്നത്തെ നമ്മളെ ഒരു ചെറിയ വീഡിയോ എന്ന് പറയുന്നത് അതേ പറയാൻ ഒരു പാട്ട് പാടാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പോൾ എന്തെങ്കിലും കാര്യം പറയണ്ടേ, എന്താ ചെയ്യുക? സംഗീത രന്ധ്രങ്ങൾ 9 കൂടി ചാലിച്ച് പണ്ടാറടക്കിയിട്ട് ഇതിന് ഒഴിച്ച് കുടിക്കാൻ കൊടുത്തിട്ട് പോകുന്നു. അങ്ങനെ ശരിയായിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും. അപ്പോൾ നല്ലൊരു ഇതാണത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ 2 കൈന്ന് നമ്മളിതിനെ പറയും. 4 കാലിയാണ്, 4 കാന. അപ്പോൾ കണ്ടോ, 2 കൈകളില്ലേ? ഈ 2 കൈകൾ ഇങ്ങനെയൊക്കെ വെച്ച് ഭക്ഷണം കഴിക്കുന്നതാണല്ലേ, ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറയണത് ബേക്കത്തെ കാലിന് 5 വിരലുകളാണ്. ഇനി ആണെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി, 5 വിരലുകൾ. ഇവിടെ കണ്ടോ, ഓൻ അഡൽട്ട് കാണിക്കാൻ സമ്മതിക്കില്ല, അതുകൊണ്ടാണ്. കണ്ടോ, ഇത് 4 എണ്ണമാണ്. 4 ഇത് 4 ഫിംഗർ ഫ്രണ്ടിൽ, ബാക്കിൽ 5 ഫിംഗർ, അതായത് വിരലുകൾ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18, 10, 4, 14, 5, 5, 10, 10, 4, 14, 4, 18, 18 വിരലുകളോടെ ജീവിക്കുന്ന ഒരു ജീവി, അതാണ് ഈ അണ്ണാറക്കണ്ണൻ. ശരണം. കണ്ടോ, പിന്നെ കൃഷ്ണമണി ഇല്ലാത്തൊരു ജീവിയാണ് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇതിൻ്റെ കണ്ണുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക്. ഞാൻ കുറേ നോക്കി, ഇനി അതോ ഇതിനോട് സാമ്യമായ വല്ല ലൈറ്റ് കളറിൽ പടച്ചവൻ കൊടുത്തിറക്കാന്നറിയില്ല. എന്താണേലും കൃഷ്ണമണി ഇല്ല. കൂളിംഗ് ഗ്ലാസിൻ്റെ കളർ, ഞാൻ ഒരു കൂളിംഗ് ഗ്ലാസ് വെക്കലില്ലേ, എന്നാ മാറ്റത്തെ കളറ് ഒന്നും പറ്റുന്നില്ല, ഞാൻ പറയാന്നുള്ളൂ. നമ്മളെ കുട്ടികളാണേ. ഇപ്പം നമ്മൾ 2 പേര് ആലപിക്കുകയാണ്. പവിഴം ഒഴിയും മൊഴിയിൽ മലർശരമേറ്റ മോഹമാണു ഞാൻ, കാണാ കൊതി പൂണ്ടണയും മൃദുല വികാര ബിന്ദുവാണു ഞാൻ, ഏകാന്തജാലകം തുറക്കൂ ദേവി, നിൽപ്പൂ നിൽപ്പൂ ഞാനീ നടയിൽ നിന്നെ തേടി, പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാ വസന്തം, ഗന്ധർവഗായകൻ്റെ മന്ത്രവീണ പോലെ നിന്നെ കുറിച്ചു ഞാൻ പാടുമീ രാത്രി, ശ്രുതി ചേർന്നു മൗനം ആദു നിൻ മന്ദഹാസമാ പ്രിയതോഴി. അപ്പോൾ സംഗതി പാട്ടുകാരെ സമ്മതിക്കാനേ വേണം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ വെറുതെ പാടി നോക്കുമ്പോഴാണ് ബ്രീത്ത് ഇവർക്ക് ഭയങ്കര പ്രശ്നമാണ്. ബ്രീത്തൊക്കെ ഇത് അധികം ഓവർ ആക്ട് ചെയ്യല്ല, അതായത് ഓരോരുത്തരുടെ കഴിവാണ്. അത് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് ഈ എന്ന് പറഞ്ഞിട്ടുള്ള ആ നാദമുണ്ടല്ലോ, അത് എത്ര വേണമെങ്കിലും, കാരണം ഇടയിൽ മുറിയാൻ പാടില്ല, അതങ്ങനെ പോകണം. അത് പ്രാക്ടീസിനനുസരിച്ചിട്ടാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ കഴിയുള്ളൂ. എന്താ ചെയ്യുക, നമ്മളിത് ആധികാരികമായി പഠിച്ചിട്ടൊന്നുമില്ല. പഠിച്ചാൽ ഞാൻ പറഞ്ഞത് ആദ്യം പറഞ്ഞില്ലേ, സംഗീത രന്ധ്രങ്ങൾ 9 കൂടി ചാലിച്ച് ഇതാക്കിയ ആളാണെന്നൊക്കെ പറഞ്ഞില്ലേ, എന്നാ മാറ്റത്തെ ആളാണ്. അങ്ങനെ ഒരു പാട്ടൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ തന്നെ. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആത്മനമസ്കാരം. അങ്ങനെയൊക്കെയാണ് ഭാഷാശുദ്ധികൾ വരുന്നത്. കാരണം നമ്മൾ കാരണം ഒരാൾക്ക് ഒരു അക്ഷരത്തു നിന്നോ ഒരു കമൻറ്റുകളിൽ നിന്നൊന്നും ഒരു മനസ്സുവേദന വരാൻ പാടില്ല. ഇതങ്ങനെയാണ്. നമുക്ക് മൂകാംബികയാണ് സേവ.